ഒരു 10 കോടി ലോട്ടറി അടിച്ചു. Enjoy. Cheers, bye. Travel the world. Wow, travel the. Welcome to my vlog. നമ്മൾ ഇവിടെ എത്തിയത് ഗുഡ് പ്ലാനറ്റ്. അത് മീൻസ് നമ്മൾ സ്ട്രോബെറി ഫാം എത്തി. എന്ത് ഫാം? സ്ട്രോബെറി ഫാം. സ്ട്രോബെറി ഫാം. ഇവിടെ വലിയൊരു സ്ട്രോബെറി വെച്ചിട്ടുണ്ട്, ഫോട്ടോ പോയിന്റ് പോലെ. ഗുഡ് പ്ലാന്റ് എന്നാണ് ഈ സ്ട്രോബെറി ഫാമിന്റെ പേര്. സ്ട്രോബെറി ഫാം എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ? ന്യൂസിലാൻഡിലെ പോവാം, അകത്തേക്ക് പോവാം. ചാടിക്കോ. സോ നമ്മൾ വന്നേക്കുന്നത് ഓക്ലാൻഡിൽ റിവർ ഹെഡിൽ ഗുഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോബെറി ഫാമിലാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കോസ്റ്റ് വരുന്നത് $5 ആണ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ 4 പേർക്ക് $20. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ 2 കിലോയുടെയും 3 കിലോയുടെയും ഒക്കെ ഒരു ബക്കറ്റ് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അത് ഇവിടെ നിന്നുള്ള സ്ട്രോബെറി നമുക്ക് പിക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു 2 കിലോയുടെ ഒരു ബക്കറ്റ് കിട്ടാനായിട്ട് ഏകദേശം $27 വരാം. അപ്പോൾ 4 പേർക്ക് 20 രൂപ, ബക്കറ്റിന് 27 രൂപ, ടോട്ടൽ $47 ആണ് നമുക്ക് ടോട്ടൽ ഇവിടെ കയറാനുള്ള ചിലവ് വരുന്നത്. അപ്പോൾ അവർ നമുക്ക് ഇതുപോലൊരു സ്റ്റിക്കർ തരും. ഈ സ്റ്റിക്കർ നമ്മൾ നമ്മുടെ ടീഷർട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നേരെ അകത്തേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ 2 കോഫി പറഞ്ഞിട്ടുണ്ട്. കോഫി കഴിച്ചിട്ട് അകത്തേക്ക് പോകാം. ഇന്നത്തെ വ്ളോഗിൽ ആരൊക്കെയുണ്ട്? അനൂപ് ഉണ്ട്, നദാനുണ്ട്, ഡാഡി ഉണ്ട്. ഡാഡി ആ ഡാഡി ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ തുടങ്ങി. അവർ തന്ന ബാസ്ക്കറ്റ് ഇതാണ് സ്ട്രോബെറി ഫാം. ഇവരിങ്ങനെ കറക്റ്റായിട്ട് കവർ ചെയ്ത് സ്ട്രോബെറി ഫാം ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒരുപാട് റോസ് ഉണ്ട്. നമ്മളിങ്ങനെ ഇതാണ്ടോ, ഇതിങ്ങനെ പൊക്കുമ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ സ്ട്രോബെറി കിടപ്പുണ്ടാവും. നല്ല ചൊവ്വാന്ന് കണ്ടോ. അതെടുത്തോ, അതെടുക്കുന്നു. നമ്മളത് ആ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. നമുക്ക് അങ്ങനെ നമ്മൾ $27 വാങ്ങിക്കുന്ന ബാസ്ക്കറ്റിൽ $27 വാങ്ങിക്കുന്ന ബാസ്ക്കറ്റിൽ നമുക്ക് മാക്സിമം സ്ട്രോബെറി പിക്ക് ചെയ്യാം. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതായത് നമ്മളിതാ ഇതുപോലെ സ്ട്രോബെറി എടുക്കുന്നു, എന്നിട്ട് നമ്മൾ നേരെ നല്ല ജ്യൂസിയാണ്. നല്ല ചുവന്നത് നോക്കി എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ പറിക്കുമ്പോൾ ഇതാ ഇതിങ്ങനെ തണ്ടില്ലാണ്ട് വരുന്ന നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ജ്യൂസ് കഴിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അനൂപ് സ്ട്രോബെറി ഷേക്ക് കുടിച്ചുകൊണ്ടാണ് സ്ട്രോബെറി ആപ്പണത്. സ്ട്രോബെറി ഷേക്ക് വിത്ത് ടച്ചിങ്. ഡാഡിക്ക് ഇതാ ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട്. അതാ ബക്കറ്റ് കൊടുക്കടാ. ഇതെല്ലാം ഡാഡി പറിച്ചതാ. ഒത്തിരി പഴുത്ത് പറിക്കട്ടെ ഡാഡി, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാതെ പെട്ടെന്ന് ചീത്തയാവും. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷേക്ക് അടിക്കാം, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് അല്ലല്ലോ, ജാം ഉണ്ടാക്കാം. നമുക്ക് ഈ ഫാമിലിയുള്ള മാക്സിമം നമുക്ക് തിന്നു തീർക്കാം കേട്ടോ. നമ്മൾ കയറുന്നത് പറിക്കാൻ വേണ്ടി മാത്രമല്ല, മാക്സിമം കഴിക്കാം. ഒരു ലിമിറ്റേഷനും ഇല്ല. കഴിച്ച് നമുക്ക് വയറ് നിറയ്ക്കാം. പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറിക്കുന്നു, കഴിക്കുന്നു, പറിക്കുന്നു, കഴിക്കുന്നു. അതാ കഴിക്കണല്ലേ? ഗ്യാസ് വരുന്ന ഡാഡിയൊക്കെ നിന്ന് പറിക്കാണ്. അധികാരം സ്ട്രോബെറി പറിക്കാത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രഷായിട്ട് നല്ല പഴുത്ത സ്ട്രോബെറി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകണേ. നമ്മളിപ്പോൾ ഈ സ്ട്രോബെറിയുടെ ഈ ഫീൽഡിൻ്റെ എൻഡിലേക്ക് എത്തി. അപ്പോൾ ഈ എൻഡ് ഭാഗത്തേക്കൊന്നും അധികം ആൾക്കാർ കഷ്ടപ്പെട്ട് നടന്നു വരില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ അധികം പേരില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു 20ാമത്തെ സ്ട്രോബെറിയിലായിട്ടുണ്ടാവും. വയറ് ഫുള്ളായി, അല്ലെങ്കിൽ തന്നെ കുടവയറാവും. അതിൻ്റെ കൂടെ ഇത് കഴിക്കുന്നത്. അനൂപിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എനിക്ക് പബ്ലിക്കിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആൾക്കാർ കുറവ് ഇവിടെ. അനൂപിനൊരു സൂപ്പർ ലോട്ട് അടിക്കുകയാണ്. നാട്ടിലെ ഒരു 20 കോടി സൂപ്പർ ലോട്ട് അടിച്ചു. എന്തൊക്കെ ചെയ്യും ആ കാശ് കൊണ്ട്? നാട്ടിലോട്ട് തിരിച്ചു പോകും. എന്നിട്ട് എനിക്ക് 1 കോടി ഒരു 50 ലക്ഷം 25 ലക്ഷം 20 ലക്ഷം 20 കോടിയുടെ വീഡിയോയിലെടുത്ത് പ്രൂഫാക്കി വെക്കാതെ വിചാരിച്ചതാ. അതിലെനിക്ക് പിന്നെ അടിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് കാശ് അടിച്ചെടുക്കാമല്ലോ. പോട്ടെ, ഒരു 2 ലക്ഷം 20 ലക്ഷം 1 ലക്ഷത്തിന് ഐഫോൺ, ഒരു സ്ട്രോബെറി ഷേക്കെങ്കിലും മേടിച്ചതാണോ?
10 മലയാളികൾ വന്നാല് ഈ ഫാം പൂട്ടിപ്പോവും. പൂട്ടിപ്പോവും. അതുപോലെ കടിച്ചു തീർക്കും. 5 രൂപയുടെ ടിക്കറ്റിന് 50 രൂപയുടെ സ്ട്രോബെറി കഴിച്ചു തീർക്കും. നമ്മുടെ ഇത് കാണിച്ചടാ, ബക്കറ്റ് കാണിച്ചതാ. വാവ്, നമ്മള് 2 കിലോയുടെ ബക്കറ്റാ വാങ്ങിച്ച. 2 കിലോയുടെ ബക്കറ്റിൽ 4 കിലോ എങ്ങനെ കൊള്ളിക്കാന്ന ഡാഡി നോക്കണേ. തിക്കി നിറച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളത് 4 കിലോ ആക്കി എടുക്കും. നമുക്ക് ഡാഡിനോട് ചോദിച്ചു നോക്കാം. ഡാഡിക്ക് ഒരു 10 കോടി ലോട്ടറി അടിച്ചു. ആ കാശ് കൊണ്ട് ഡാഡി എന്ത് ചെയ്യും? പകുതി കാശ് എനിക്ക് തരും. തരുമോ? ബാക്കി പകുതി കാശ് കൊണ്ട് ലോകം മുഴുവൻ കറങ്ങും ഞാൻ. പകുതി കാശ് എനിക്ക് തരുമല്ലോ, ഉറപ്പല്ലേ? എടാ കണ്ടു പഠിക്കണോ, എനിക്ക് ഡാഡി പകുതി കാശ് തരും. ഇത് വീഡിയോ പ്രൂഫാ. ഈ സ്ട്രോബെറി ഫാമിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ വേണ്ടി അവരിതാ ഇതുപോലെ ഒരു ട്രാക്ടറിൽ ട്രെയിൻ പോലെ കണക്ട് ചെയ്തൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം നടക്കാനില്ല, നമ്മൾ നടന്നാ വന്ന്, വണ്ടി വെയിറ്റ് ചെയ്ത് നിന്നില്ല. ഒന്ന് കാണിച്ച റെഡി നോക്കട്ടെ. ഇതാ ബക്കറ്റ്, ഓൾമോസ്റ്റ് നമ്മുടെ ബക്കറ്റ് നിറഞ്ഞു. $27 ബക്കറ്റ്. നമ്മളിനി സ്ട്രോബെറി സാമ്പാർ, സ്ട്രോബെറി അവിയൽ, സ്ട്രോബെറി തോരൻ എല്ലാം ഉണ്ടാക്കാൻ പോവാ. You can answer it in a way. What's your name? Steve. Yeah. So Steve, if you are getting a super lotto of $10 million, what will be the first things you would like to do? $10 million. Travel the world. Wow, travel that's the nice. world. Most of the people. I'd like to go to all those places like Egypt or Egypt. South America. South America. Up in the Andes. Oh wow. Antarctica maybe? Eh? Antarctica? Do you like India? Do you like India? Yeah. You like What's that famous one over by India? It's that big famous monument. Yeah, that is Taj Mahal. Taj Mahal. Taj Mahal. One of the world wonders. There's also another one. Yeah. Maybe 7 wonders of the world. Yeah, there is one more thing. I like a little bit of archaeology, a little bit of history. Wow, great. Oh, you are awesome, Steve. Thanks a lot for your time. You're welcome. Thank you. You guys have a lovely day. You Okay, you too. See Come you. and visit us. It's a good planet. Sure. Yeah. See you. Bye-bye. കണ്ടമാനമുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി കഴിക്കട്ടെ. ഇതിങ്ങനെ പറിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ പഴുത്തൊക്കെ 2-3 ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇതുപോലെ Okay. ഡാഡി പറിച്ചത്. നിറച്ചു അല്ലേ? ഇതിൽ സ്ഥലമില്ല. ട്രെയിനിൽ കയറി. നോക്കട്ടെ. ഹലോ കാണിക്കും മോളെ. ഹായ് കാണിക്കടി. ഹലോ ഹായ്. വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ ബാക്കിലേക്ക് കയറിയ. ഇതാണ് ഫാം. ഇതൊക്കെ സ്ട്രോബെറിയാണ്. ഇടയ്ക്ക് കുറച്ച് റാസ്ബെറി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കയറിയത് ഈ പോർഷനിലാണ്. കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. നല്ല നീളത്തിലാണ് കിടക്കുന്നത്. ഈ സ്ട്രോബെറി ഫാം മൊത്തം ഈ വണ്ടിയിൽ നമുക്ക് റൗണ്ട് ചെയ്യാം. ഈ പൊക്കത്തിൽ കാണുന്നത് അതൊക്കെ റാസ്ബെറി ആയിരിക്കും അല്ലേ? റാസ്ബെറി, ബ്ലൂബെറി ഒക്കെ ആയിരിക്കും. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കിളികൾ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കൊത്തൂലേ ഇത് കിളികൾ? ആ, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഈ സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ഇവർ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ ഐസ്ക്രീമിൻ്റെ കളക്ഷൻ സെൻറ്റർ ഉണ്ട്. നമ്മൾ മിക്സഡ് ബെറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി എല്ലാം ഇട്ടിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു കോൺ ഐസ്ക്രീമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവർ നല്ല റിയൽ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യും. ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് അവർ കുറേ ഫ്രൂട്ട്സ് ഇട്ട് ഓൾറെഡി മിഷനിൽ. അതെല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ ഉണ്ടായി വരും. വാവ്, താങ്ക് യു. ചിയേഴ്സ്, ബൈ. അപ്പോൾ നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എങ്ങനെയുണ്ട് അത്? നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഫാം എക്സ്പ്ലോറേഷൻ ഇവിടെ കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു സ്ട്രോബെറി ഫാം എക്സ്പ്ലോറേഷൻ ആയിരുന്നു. അപ്പോൾ നോർത്ത് ഐലൻഡിലേക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണിത്, ഗുഡ് പ്ലാനറ്റ് എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അടിപൊളി സ്ഥലമാണ്. 5 രൂപ ടിക്കറ്റ് ഉള്ളൂ. മാക്സിമം നമുക്ക് പറിക്കാം, തിന്നാം. പിന്നെ കൊണ്ടുപോകണം എന്നുള്ളവർക്ക് $27. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറ. ബെല്ലടിക്കണം. See you. Bye bye.